അധ്യായം 21 അൽ അംബിയാ. അവതരണം മക്കയിൽ. സൂക്തം 112. നാമം. ഈ സൂറയുടെ നാമം ഇതിലെ ഏതെങ്കിലും സൂക്തത്തിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതല്ല. സൂറയിൽ ധാരാളം പ്രവാചകവര്യന്മാരെ തുടർച്ചയായി പരാമർശിക്കുന്നു. അതുകൊണ്ടാണ് അൽ അംബിയാ അഥവാ പ്രവാചകന്മാർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. അത് പ്രതിപാദ്യ വിഷയം വീക്ഷിച്ചുകൊണ്ടുള്ള ശീർഷകമൊന്നുമല്ല, തിരിച്ചറിയാനുള്ള ഒരടയാളം മാത്രമാണ്. അവതരണഘട്ടം. സൂറയുടെ അവതരണം നബി തിരുമേനിയുടെ മക്ക ജീവിതത്തിന്റെ മധ്യഘട്ടത്തിലായിരുന്നുവെന്നാണ് ഉള്ളടക്കത്തിൽ നിന്നും അവതരണ ശൈലിയിൽ നിന്നും മനസ്സിലാകുന്നത്. നമ്മുടെ വിഭജനമനുസരിച്ച് നബി തിരുമേനിയുടെ മക്ക ജീവിതത്തിന്റെ 3-ാം ഘട്ടമാണത്. അവസാന ഘട്ടത്തിൽ അവതരിച്ച സൂറകളിൽ തെളിഞ്ഞു കാണുന്ന പശ്ചാത്തലമല്ല ഈ സൂറയിൽ ദൃശ്യമാകുന്നത്. പ്രതിപാദ്യ വിഷയം. ഖുറൈശി പ്രമാണികളും നബി തിരുമേനിയും തമ്മിലുള്ള സംഘർഷമാണ് സൂറയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നബി തിരുമേനിയുടെ സന്ദേശങ്ങൾക്കും തൗഹീദ് പ്രബോധനത്തിനുമെതിരിൽ അക്കൂട്ടർ ഉന്നയിക്കുന്ന സന്ദേഹങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇതിലൂടെ മറുപടി നൽകിയിട്ടുണ്ട്. നബിക്കെതിരിൽ കൈക്കൊണ്ട നടപടികളെക്കുറിച്ചും അതിന്റെ ദുഷിച്ച ഫലങ്ങളെക്കുറിച്ചും അവരെ താക്കീത് ചെയ്തിട്ടുമുണ്ട്. അശ്രദ്ധയോടും അലംഭാവത്തോടും കൂടി അവിടുത്തെ പ്രബോധനത്തെ സമീപിക്കുന്നതിനെ സംബന്ധിച്ചും മുന്നറിയിപ്പുണ്ട്. അവസാനം ശാപവും ആപത്തുമാണെന്ന് നിങ്ങൾ കരുതുന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരനുഗ്രഹമായിട്ടാണ് ആഗതനായിരിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രഭാഷണത്തിൽ പ്രത്യേകം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഇവയാണ്. 1. മനുഷ്യന് പ്രവാചകനാകാൻ കഴിയില്ലെന്ന മക്കയിലെ സത്യനിഷേധികളുടെ തെറ്റിദ്ധാരണയും അതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കാനുള്ള വിസമ്മതവും ഈ വാദത്തെ വിശദമായി ഖണ്ഡിച്ചിട്ടുണ്ട്. 2. പ്രവാചകനും ഖുർആനുമെതിരിൽ അവരുന്നയിക്കുന്ന വിവിധവും പരസ്പര വിരുദ്ധവുമായ ആരോപണങ്ങളും ഒരു വാദത്തിലും ഉറച്ചു നിൽക്കാത്ത നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളും തുറന്നു കാണിച്ച് അതിശക്തവും അർത്ഥവത്തുമായ ശൈലിയിൽ അവരെ താക്കീത് ചെയ്യുന്നു. 3. ജീവിതം കേവലം വിനോദമാണെന്നാണ് അവരുടെ സങ്കല്പം. ഏതാനും ദിവസത്തെ വിനോദത്തിനു ശേഷം അത് അവസാനിക്കുന്നു. അതിന് ഒരനന്തരഫലം ഉണ്ടാവാനില്ല. ഏതെങ്കിലും വിചാരണയെയോ രക്ഷാശിക്ഷകളെയോ അഭിമുഖീകരിക്കേണ്ടതുമില്ല. അവരുടെ അശ്രദ്ധയുടെയും ധിക്കാരത്തിന്റെയും അടിസ്ഥാന കാരണമാണ് ഈ സങ്കല്പം. ഈ വീക്ഷണത്തോടുകൂടിയായിരുന്നു അവർ നബിയുടെ പ്രബോധനത്തെ അഭിമുഖീകരിച്ചിരുന്നത്. മനസ്സിൽ തറയ്ക്കുന്ന ശൈലിയിൽ ഈ സങ്കല്പത്തെയും വിമർശിച്ചിരിക്കുന്നു. 4. നബിയും സത്യനിഷേധികളും തമ്മിലുള്ള വടംവലിയുടെ അടിസ്ഥാന കാരണം ബഹുദൈവത്വത്തിലുള്ള അവരുടെ കടുംപിടുത്തവും തൗഹീദിനെതിരിലുള്ള അന്ധമായ പക്ഷപാതിത്വവുമായിരുന്നു. ഈ നിലപാട് തിരുത്താനായി ശിർക്കിനെതിരായും തൗഹീദിന് അനുകൂലമായും സംക്ഷിപ്തമായ എന്നാൽ വളരെ കരുത്തുറ്റതും മനസ്സിൽ തറഞ്ഞു കയറുന്നതുമായ തെളിവുകൾ നിരത്തിയിരിക്കുന്നു. 5. നബി തിരുമേനിയെ നിരന്തരം തള്ളിപ്പറഞ്ഞിട്ടും തങ്ങളുടെ മേൽ ഒരു ശിക്ഷയും ഇറങ്ങാത്തത് അദ്ദേഹം വ്യാജപ്രവാചകനായതുകൊണ്ടാണെന്നും ദൈവത്തിന്റേതെന്ന നിലയിൽ അദ്ദേഹം കേൾപ്പിച്ചിരുന്ന ദൈവിക ശിക്ഷയുടെ ഭീഷണികൾ വെറും തട്ടിപ്പാണെന്നും അവർ തെറ്റിദ്ധരിച്ചിരുന്നു. അതിനെ തെളിവുകൾ നിരത്തിയും സതുപദേശം നൽകിയും ദൂരീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അനന്തരം പ്രവാചകവര്യന്മാരുടെ ചരിത്രത്തിലെ സുപ്രധാന സംഭവങ്ങളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുന്നു. മനുഷ്യചരിത്രത്തിൽ ദൈവത്തിങ്കൽ നിന്ന് നിയുക്തരായ പ്രവാചകന്മാരഖിലം മനുഷ്യരായിരുന്നുവെന്ന് മനസ്സിലാക്കിത്തരികയാണ് അതിന്റെ ഉദ്ദേശ്യം. പ്രവാചകത്വത്തിന്റെ പ്രത്യേകതകൾ ഒഴിച്ചുള്ള ഇതര ഗുണങ്ങളിൽ സാധാരണ മനുഷ്യരെപ്പോലുള്ള മനുഷ്യർ തന്നെയായിരുന്നു അവരും. ദിവ്യത്വമോ ദിവ്യത്വത്തിന്റെ ഛായ പോലുമോ അവർക്കുണ്ടായിരുന്നില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് തന്നെ അവർ അല്ലാഹുവിന്റെ മുമ്പിൽ കൈനീട്ടുകയായിരുന്നു. ഇതോടൊപ്പം ചരിത്രപരമായ ഉദാഹരണങ്ങളിൽ നിന്ന് മറ്റു 2 കാര്യങ്ങൾ കൂടി സ്പഷ്ടമാക്കിയിട്ടുണ്ട്. 1. പ്രവാചകവര്യന്മാർക്ക് പലതരം വിപത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കൾ അവരെ നശിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചിരുന്നു. എങ്കിലും അവസാനം അല്ലാഹു അദൃശ്യമാർഗത്തിലൂടെ അവർക്ക് വിജയം നൽകി. 2. അഖില പ്രവാചകന്മാരുടെയും മതം ഒന്നായിരുന്നു. അതേ മതം തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. അതുതന്നെയാണ് മനുഷ്യരാശിയുടെ യഥാർത്ഥ മതം. ലോകത്ത് സ്ഥാപിതമായ ഇതര മതങ്ങളെല്ലാം അജ്ഞരായ ജനങ്ങൾ സൃഷ്ടിച്ചുവച്ച വ്യതിയാനങ്ങൾ മാത്രമാണ്. അവസാനമായി മനുഷ്യന്റെ വിജയം ഇതേ ദീനിനെ അനുധാവനം ചെയ്യുന്നതിൽ പരിമിതമാണെന്ന് വിശദമാക്കിയിരിക്കുന്നു. അതിനെ സ്വീകരിക്കുന്നവർ അല്ലാഹുവിന്റെ അന്ത്യവിചാരണയിൽ വിജയം വരിക്കുകയും
ഭൂമിയുടെ അനന്തരാവകാശികളായി തീരുകയും ചെയ്യും. ഈ ദീനിനെ നിഷേധിക്കുന്നവരാകട്ടെ പരലോകത്തിലെ ഭയാനകമായ പരിണതിയാൽ ശാശ്വതമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. ഭയാനകമായ ആ വിചാരണവേളയുടെ മുമ്പേ തന്നെ തന്റെ പ്രവാചകന്മാരിലൂടെ അതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാകുന്നു. പ്രവാചകന്റെ ആഗമനം അനുഗ്രഹത്തിനു പകരം വിപത്താണെന്ന് കരുതുന്ന ജനം തികഞ്ഞ മൂഢന്മാരത്രേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. اقترب للناس حسابهم وهم في غفلة معرضون. ജനത്തിന്റെ വിചാരണാ സമയം അടുത്തെത്തിയിരിക്കുന്നു. അവരോ അശ്രദ്ധരായി പുറംതിരിഞ്ഞിരിക്കുകയാകുന്നു. വിചാരണ സമയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യദിനത്തിന്റെ സാമീപ്യമാണ്. ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ അവന്റെ റബ്ബിന്റെ സന്നിധിയിൽ സന്നിഹിതരാകേണ്ട സന്ദർഭം ഇപ്പോൾ വിദൂരമല്ല. മനുഷ്യരാശി അതിന്റെ ചരിത്രത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് മുഹമ്മദ് നബിയുടെ നിയോഗം. ഇപ്പോൾ അത് തുടക്കത്തിനോടല്ല ഒടുക്കത്തിനോടാണ് ഏറെ അടുത്തു നിൽക്കുന്നത്. ആദ്യ മധ്യഘട്ടങ്ങൾ കഴിഞ്ഞ് അന്ത്യഘട്ടം ആരംഭിച്ചിരിക്കുന്നു. ഒരു ഹദീസിലും ഇതേ സംഗതി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ 2 വിരലുകൾ നിവർത്തിപ്പിടിച്ച് ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഞാനും അന്ത്യദിനവും ഈ 2 വിരലുകൾ പോലെ അടുത്തുകഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ശേഷം അന്ത്യദിനം തന്നെയാണെന്നർത്ഥം. മറ്റൊരു പ്രവാചകന്റെ ആഗമനം ഇനിയുണ്ടാവാനില്ല. സ്വീകരിക്കണമെങ്കിൽ എന്റെ പ്രബോധനം സ്വീകരിച്ചുകൊള്ളുക. ഇനിയൊരു മാർഗദർശകനും സുവിശേഷകനും മുന്നറിയിപ്പുകാരനും വരാനില്ല. അവർ ചിന്താശൂന്യരായി പുറംതിരിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ താൽപര്യമിതാണ്. അവർ യാതൊരു ഉണർത്തലും ശ്രദ്ധിക്കുന്നില്ല. തങ്ങളുടെ അവസാന പരിണതി എന്തെന്ന് സ്വയം ചിന്തിച്ചു നോക്കുന്നില്ല. അവർക്ക് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൂതന്റെ വചനങ്ങൾ ശ്രവിക്കുന്നുമില്ല. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. റബ്ബിങ്കൽ നിന്നുള്ള ഏത് പുതിയ ഉദ്ബോധനം വന്നെത്തുമ്പോഴും അവർ വൈമനസ്യത്തോടെ മാത്രം കേൾക്കുന്നു, വിനോദത്തിൽ തന്നെ മുഴുകുകയും ചെയ്യുന്നു. മുഹമ്മദ് നബിക്ക് അവതരിക്കുകയും അദ്ദേഹം അവരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഖുർആനിൽ നിന്നുള്ള എല്ലാ പുതിയ സൂറകളുമാണ് റബ്ബിങ്കൽ നിന്നും പുതുതായി വന്നെത്തുന്ന ഉദ്ബോധനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ കളിയാടുകയാകുന്നു എന്നതിന് 2 അർത്ഥമുണ്ടാകാം. ഒന്ന് നേരത്തെ പറഞ്ഞതുതന്നെ. അതിലെ വിനോദം കൊണ്ടുദ്ദേശിക്കുന്നത് ദൈവത്തെയും പരലോകത്തെയും വിസ്മരിച്ച് ഈ ജീവിതത്തിൽ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിനോദം തന്നെയാണ്. രണ്ടാമത്തെ അർത്ഥം ഇതാണ്: അവർ ഗൗരവബുദ്ധിയാ അത് ശ്രവിക്കുന്നില്ല, മറിച്ച് തമാശയും വിനോദവുമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ലാഹിയതൻ ഖുലൂബുഹും وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. അവരുടെ മനസ്സുകൾ ഇതര വിചാരങ്ങളിൽ വ്യാപൃതമാണ്. ആ അക്രമികൾ തമ്മിൽ മന്ത്രിക്കുന്നു, എന്തായാലും ഇയാൾ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ? പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ ആഭിചാരക്കെണിയിൽ ചെന്നു ചാടുകയാണോ? ആഭിചാരത്തിലേക്ക് വരികയോ എന്നും തർജ്ജമ ചെയ്യാവുന്നതാണ്. രണ്ടിന്റെയും ഉദ്ദേശ്യം ഒന്നു തന്നെ. നബിയുടെ പ്രബോധനത്തെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ചായിരുന്നു മക്കയിലെ സത്യനിഷേധികളുടെ നേതാക്കൾ ഒത്തുകൂടി രഹസ്യാലോചനകൾ നടത്തിയിരുന്നത്. അവർ പറഞ്ഞു, ഇയാൾ ഒരിക്കലും ഒരു പ്രവാചകനാവുക വയ്യ. കാരണം സാധാരണ മനുഷ്യരെപ്പോലെ ഇയാളും തിന്നുന്നു, കുടിക്കുന്നു, അങ്ങാടികളിൽ സഞ്ചരിക്കുന്നു, ഭാര്യാസന്താനങ്ങളെ പോറ്റുന്നു. പിന്നെ നമ്മിൽ നിന്നെല്ലാം വ്യതിരിക്തമായ, നമ്മെ അപേക്ഷിച്ച് അയാൾക്ക് ദൈവവുമായി ഒരസാധാരണ ബന്ധത്തിന് അർഹത നൽകുന്ന എന്തു വിചിത്ര ഗുണമാണ് അയാളിലുള്ളത്? അയാളുടെ സംസാരത്തിനും വ്യക്തിത്വത്തിനും ഒരാഭിചാര ശക്തിയുണ്ടെന്ന് മാത്രം.
ആ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരും അയാളുടെ സമീപത്ത് ചെല്ലുന്നവരും അതിന്റെ മാന്ത്രിക സ്വാധീനത്തിൽ കുടുങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് സ്വന്തം നന്മ ഉദ്ദേശിക്കുന്നവർ അയാളുടെ വാക്കുകൾ ശ്രദ്ധിക്കാതിരിക്കുക, അയാളുമായി ഇടപെടാതിരിക്കുക. അയാളുടെ സംസാരം ശ്രവിക്കുന്നവരും അടുത്തു ചെല്ലുന്നവരും അറിഞ്ഞുകൊണ്ട് ആഭിചാരത്തിന്റെ വലയിൽ ചെന്നു ചാടുകയാണ്. നബി തിരുമേനിയുടെ പേരിൽ ആഭിചാരം ആരോപിക്കാൻ അവർ ആധാരമാക്കിയ സംഭവങ്ങളുടെ ചില സാമ്പിളുകൾ പൗരാണിക ചരിത്രകാരനായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതുന്നു, ഒരിക്കൽ ഹിന്ദിന്റെ പിതാവായിരുന്ന ഉത്ബത്ത് ബിൻ റബീഅ ഖുറൈശി പ്രമാണിമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ഞാൻ മുഹമ്മദിനെ സന്ദർശിച്ച് കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ഉടനെയാണ് സംഭവം. ദിനം പ്രതി നബി തിരുമേനിയുടെ അനുചരന്മാരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നത് കണ്ട് ഖുറൈശി പ്രമാണിമാർ പരിഭ്രാന്തരായിരുന്നു. അവർ ഉത്ബയോട് പറഞ്ഞു, ഓ അബുൽ വലീദ്, തീർച്ചയായും താങ്കൾ പോയി സംസാരിച്ചു നോക്കൂ. അങ്ങനെ അദ്ദേഹം നബിയുടെ സന്നിധിയിൽ വന്നു പറഞ്ഞു, സഹോദരപുത്ര, ഞങ്ങൾക്കിടയിൽ നീ എത്ര അന്തസ്സുറ്റവനാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. തറവാടിത്തത്തിലാണെങ്കിൽ നീ ആഢ്യ കുടുംബത്തിലെ അംഗമാണ്. എന്നിട്ടും നീ സ്വന്തം സമുദായത്തിൽ എന്തിനീ വിപത്തുണ്ടാക്കുന്നു? നീ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കി സമുദായത്തെ മുഴുവൻ വിഡ്ഢികളെന്ന് ആരോപിച്ച് അവരുടെ മതത്തെയും ആരാധ്യരെയും ദുഷിപ്പിച്ചു. മരിച്ചുപോയ പിതാക്കളെയും പൂർവ്വപിതാക്കളെയുമെല്ലാം മാർഗഭ്രംശരും സത്യനിഷേധികളുമാക്കി. സഹോദരപുത്ര, ഒരു വലിയ ധനികനാവുക എന്നതാണ് നിന്റെ ഉദ്ദേശ്യമെങ്കിൽ വരിക. ഞങ്ങൾ വേണ്ടത്ര പണം തന്ന് നിന്നെ ഏറ്റവും വലിയ ധനികനാക്കാം. നേതൃത്വമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിന്നെ നേതാവായി അംഗീകരിക്കാം. രാജ്യത്വമാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ നിന്നെ രാജാവാക്കാം. ഇതൊന്നുമല്ല, നിനക്ക് വല്ല രോഗവുമുണ്ടെങ്കിൽ ഏറ്റവും സമർത്ഥനായ ഒരു വൈദ്യനെക്കൊണ്ട് ചികിത്സിപ്പിക്കാം. ഉത്ബയുടെ സംസാരം നബി തിരുമേനി മൗനമായി കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ചോദിച്ചു, അബുൽ വലീദ്, താങ്കൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, അതോ ഇനിയും വല്ലതും പറയാനുണ്ടോ? തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു എന്നായിരുന്നു ഉത്ബയുടെ മറുപടി. ശരി, ഇനി എന്റേത് കേൾക്കൂ എന്ന് പറഞ്ഞ് നബി തിരുമേനി ആരംഭിച്ചു. അവിടുന്ന് സൂറ ഹാമീം അസ്സജദ തുടർച്ചയായി പാരായണം ചെയ്തുകൊണ്ടിരുന്നു. ഉത്ബയാകട്ടെ താഴെ നിലത്ത് കൈകുത്തി അത് ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. 37-ാം സൂക്തമെത്തിയപ്പോൾ അവിടുന്ന് സുജൂദ് ചെയ്തു. തല ഉയർത്തിക്കൊണ്ട് ഉത്ബയോട് പറഞ്ഞു, ഓ അബുൽ വലീദ്, എനിക്ക് പറയാനുള്ളത് താങ്കൾ കേട്ടുകഴിഞ്ഞു. ഇനി താങ്കൾക്കിഷ്ടമുള്ളത് ചെയ്യാം. ഉത്ബ അവിടെ നിന്ന് ഖുറൈശി നേതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു. അവർ ദൂരെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം. അബുൽ വലീദിന്റെ മുഖഭാവം മാറിയിട്ടുണ്ട്. അദ്ദേഹം പോകുമ്പോഴുണ്ടായിരുന്ന ഭാവമല്ല ഇപ്പോഴുള്ളത്. അദ്ദേഹം വന്നു കയറുമ്പോൾ തന്നെ അവർ ചോദിച്ചു, പറയൂ അബുൽ വലീദ്, എന്തുണ്ടായി? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണ്, മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില വചനങ്ങൾ ഞാൻ ഇന്ന് കേട്ടു. അല്ലാഹുവാണ്, അത് കവിതയല്ല, മന്ത്രമല്ല, ജ്യോത്സ്യവുമല്ല. ഓ ഖുറൈശികളെ, ഞാൻ പറയുന്നത് കേൾക്കുക. നമുക്ക് ഇദ്ദേഹത്തെ അയാളുടെ പാട്ടിന് വിടാം. അദ്ദേഹത്തിൽ നിന്ന് കേട്ട ആ വചനങ്ങളുണ്ടല്ലോ, അവ അത്യാകർഷകങ്ങളാണ്. അറബികൾ അതിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് ഉത്തരവാദികൾ നിങ്ങളല്ലാതായിത്തീരും. ഇനി അറബികളെ അയാൾ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അയാളുടെ ആധിപത്യം നിങ്ങളുടെ ആധിപത്യമായിരിക്കും. അയാളുടെ പ്രതാപം നിങ്ങളുടെ പ്രതാപമായിരിക്കും. ജനങ്ങൾ പറഞ്ഞു, ഓ അബുൽ വലീദ്, അയാളുടെ ആഭിചാരം താങ്കളെയും ബാധിച്ചിരിക്കുന്നു. ഉത്ബ പ്രതിവദിച്ചു, ഇതെന്റെ അഭിപ്രായമാണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഈ സംഭവത്തെക്കുറിച്ച് ബൈഹഖി ഉദ്ധരിച്ച റിപ്പോർട്ടുകളിൽ ഇപ്രകാരം കൂടി കാണാം. നബി തിരുമേനി ഹാമീം അസ്സജദയിലെ ഈ സൂക്തം പാരായണം ചെയ്യുകയായിരുന്നു. ഇവർ അവഗണിച്ചു കളയുകയാണെങ്കിൽ പറഞ്ഞേക്കുക, ആദ് വർഗത്തിനും സമൂദ് വർഗത്തിനും സംഭവിച്ചതുപോലെ പെട്ടെന്ന് വന്നു പതിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുന്നു. അപ്പോൾ ഉത്ബ സ്വയം അറിയാതെ മുന്നോട്ട് വന്ന് പ്രവാചകന്റെ വാപൊത്തി, ദൈവത്തെ ഓർത്ത് സ്വന്തം ജനതയോട് കരുണ കാണിക്കൂ എന്നപേക്ഷിക്കുകയുണ്ടായി. മറ്റൊരു സംഭവം ഇബ്നു ഇസ്ഹാഖ് ഇപ്രകാരം വിവരിക്കുന്നു. ഒരിക്കൽ ഒരു അറാശ് ഗോത്രക്കാരൻ കുറെ ഒട്ടകങ്ങളുമായി മക്കയിൽ വന്നു. അബൂജഹൽ അയാളുടെ ഒട്ടകങ്ങളെ വാങ്ങി. വില ചോദിച്ചപ്പോൾ ഓരോ സൂത്രങ്ങൾ പറഞ്ഞ് അബൂജഹൽ ഒഴിഞ്ഞുമാറാൻ തുടങ്ങി. വിഷമത്തിൽപ്പെട്ട അറാശി ഒരു ദിവസം കഅബയിൽ ഖുറൈശി പ്രമാണിമാരുടെ സദസ്സിനെ സമീപിച്ച് പരാതി ബോധിപ്പിച്ചു.
അപ്പോൾ ഹറമിന്റെ ഒരു മൂലയിൽ നബി ഇരിക്കുന്നുണ്ടായിരുന്നു. ഖുറൈശി പ്രമാണിമാർ അയാളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല. നോക്കൂ, അതാ ആ മൂലയിലിരിക്കുന്ന മാന്യനുണ്ടല്ലോ, അദ്ദേഹത്തോട് ചെന്ന് പറയൂ, അയാൾ നിങ്ങളുടെ പണം വാങ്ങിത്തരും. അറാശി നേരെ നബിയുടെ സന്നിധിയിലേക്ക് നടന്നു. ഖുറൈശികൾ പരസ്പരം പറഞ്ഞു, ഇന്ന് നല്ല രസമുണ്ടാവും. അറാശി നബി തിരുമേനിയുടെ അടുത്തു ചെന്ന് തന്റെ പരാതി ബോധിപ്പിച്ചു. അവിടുന്ന് ഉടൻ തന്നെ എഴുന്നേറ്റ് ആഗതനെയും കൂട്ടി അബൂജഹലിന്റെ വീട്ടിലേക്ക് നടന്നു. എന്താണ് നടക്കുന്നതെന്നറിയാൻ ഖുറൈശി നേതാക്കൾ അവരുടെ പിന്നാലെ ഒരാളെ വിട്ടു. നബി തിരുമേനി നേരെ അബൂജഹലിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അബൂജഹൽ ചോദിച്ചു, ആരത്? അവിടുന്ന് ഉത്തരം നൽകി, മുഹമ്മദ്. അയാൾ പരിഭ്രമത്തോടെ പുറത്തു വന്നു. അവിടുന്ന് അയാളോട് ആവശ്യപ്പെട്ടു, ഈ മനുഷ്യന്റെ പണം കൊടുക്കണം. അബൂജഹൽ മറുത്തൊന്നും പറയാതെ അകത്തുപോയി ഒട്ടകങ്ങളുടെ വില കൊണ്ടുവന്ന് അറാശിയുടെ കയ്യിൽ കൊടുത്തു. ഖുറൈശികളുടെ നിരീക്ഷകൻ ഈ രംഗം കണ്ട് ഹറമിലേക്കോടി നടന്നതെല്ലാം നേതാക്കളെ കേൾപ്പിച്ചു. അയാൾ പറയാൻ തുടങ്ങി, അല്ലാഹുവാണ് സത്യം, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിചിത്രമായ ഒരു കാഴ്ചയാണ് ഞാനിന്ന് കണ്ടത്. അബൂജഹൽ മുഹമ്മദിനെ കണ്ടതോടെ വിവർണനായി. മുഹമ്മദ് അയാളുടെ പണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂജഹലിന്റെ ശരീരത്തിൽ ജീവനില്ലെന്ന് തോന്നിപ്പോയി. ഇതായിരുന്നു അവർ ആഭിചാരമെന്ന് വിശേഷിപ്പിച്ച ആ വ്യക്തിത്വത്തിന്റെയും ചര്യയുടെയും വചനങ്ങളുടെയും സ്വാധീന ശക്തി. അദ്ദേഹത്തിന്റെ അടുത്തു പോയാൽ ആഭിചാരം ബാധിക്കുമെന്നെല്ലാം പറഞ്ഞ് അജ്ഞരായ ആളുകളെ അവർ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. قال ربي يعلم القول في السماء والأرض وهو السميع العليم. ദേവദൂതൻ പറഞ്ഞു, ആകാശത്തിലും ഭൂമിയിലും പറയപ്പെടുന്നതൊക്കെയും എന്റെ റബ്ബ് അറിയുന്നുണ്ട്. അവൻ എല്ലാം കേൾക്കുന്നവനും സർവജ്ഞനുമല്ലോ. ഈ വ്യാജപ്രചാരണങ്ങൾക്കും സ്വഭാവഹത്യയ്ക്കും എപ്പോഴും നബി തിരുമേനി ഇത്രയേ മറുപടി പറഞ്ഞുള്ളൂ, നിങ്ങൾ പറയുന്നതെല്ലാം അല്ലാഹു കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അത് നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞാലും രഹസ്യമായി കാതുകളിൽ ഊതിയാലും ശരി. ധിക്കാരികളായ ശത്രുക്കളോട് വാക്കിന് വാക്ക് മറുപടി പറയാൻ അവിടുന്ന് ഒരിക്കലും മെനക്കെടാറില്ല. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. അവർ പറയുന്നു, പക്ഷേ ഇത് പാഴ്ക്കിനാവുകളാണ്. അല്ല, ഇത് ഇയാൾ സ്വയം രചിച്ചതാണ്. അല്ല, ഇയാൾ ഒരു കവിയാണ്. അല്ലെങ്കിൽ ആദികാല ദേവദൂതന്മാരോടൊപ്പം അയക്കപ്പെട്ടതുപോലുള്ള ദൃഷ്ടാന്തം ഇയാളും കൊണ്ടുവരട്ടെ. നബിയുടെ പ്രബോധനം പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ മക്കയിലെ പ്രമാണികൾ സമ്മേളിച്ച് കൂടിയാലോചന നടത്തി ഒരു തീരുമാനമെടുത്തു. നബി തിരുമേനിക്കെതിരായി വമ്പിച്ച കുപ്രചാരണ സംരംഭം തുടങ്ങുക എന്നതായിരുന്നു അത്. മക്കയിൽ വരുന്ന സന്ദർശകരിൽ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരായ ധാരണകൾ സൃഷ്ടിക്കുക. അങ്ങനെ അവർ അവിടുത്തെ പ്രഭാഷണം ശ്രവിക്കാനിടയാവരുത്. ഈ സംരംഭം 12 മാസത്തോളം നീണ്ടുനിന്നു. ഹജ്ജ് വേളയിൽ മക്കയിൽ ധാരാളം സന്ദർശകരെത്തിയിരുന്നു. ഓരോ ഹാജിയുടെയും തമ്പിൽ പോയി, ഇവിടെ ഇന്നിന്ന തരത്തിലൊരാളുണ്ട്, അയാളെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ സംഭാഷണങ്ങളിൽ വൈവിധ്യമാർന്ന നിരവധി ആരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടു. ചിലപ്പോൾ അദ്ദേഹം ആഭിചാരകനാണെന്ന് സമർത്ഥിച്ചു. മറ്റു ചിലപ്പോൾ ദൈവത്തിന്റേതെന്ന് അയാൾ അവകാശപ്പെടുന്ന വചനങ്ങൾ അയാളുടെ സ്വന്തം കൃതിയാണെന്ന് വാദിച്ചു. ചിലപ്പോൾ അവയെല്ലാം പുരാതന കവിതകളിൽ ചിതറിക്കിടക്കുന്ന ഭാവനകളുടെ സമാഹാരമാണെന്ന് പ്രചരിപ്പിച്ചു. ചിലപ്പോൾ പറഞ്ഞു, കാവ്യഭാവനകൾക്ക് അയാൾ ദൈവവചനമെന്ന് നാമകരണം ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും വിധേന ആളുകളെ നബിയിൽ നിന്ന് അകറ്റുകയായിരുന്നു അവരുടെ ഉദ്ദേശ്യം. എല്ലാവരും ഖണ്ഡിതവും ഏകോപിതവുമായ ഒരഭിപ്രായം പ്രകടിപ്പിക്കുകയെന്ന പ്രശ്നമേ അവരുടെ മുമ്പിലുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കള്ളപ്രചാരണം കൊണ്ട് എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത് ഇത്രമാത്രമാണ്. നബി തിരുമേനിയുടെ നാമം അവർ തന്നെ രാജ്യത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും എത്തിച്ചു. മുസ്ലിങ്ങളുടെ സംവത്സരങ്ങളോളം ദീർഘിച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തത്ര പ്രസിദ്ധി ഖുറൈശികളുടെ കുറഞ്ഞ കാലത്തെ വിരുദ്ധ സംരംഭങ്ങൾ കൊണ്ടുണ്ടായി. ഓരോരുത്തരുടെയും മനസ്സിൽ ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നു വന്നു: ഈ പറയപ്പെടുന്ന വ്യക്തി ആരാണ്? എതിർപ്രചാരണത്തിന്റെ ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ച ഈ മനുഷ്യൻ എങ്ങനെയുള്ളവനാണ്? ചിന്തിക്കുന്നവരിൽ പലരും പ്രവാചകന്റെ പ്രഭാഷണം ഒന്ന് കേൾക്കാൻ തന്നെ തീരുമാനിച്ചു.
അങ്ങനെയങ്ങ് കബളിപ്പിക്കപ്പെടാൻ നമ്മളത്ര കൊച്ചു കുട്ടികളൊന്നുമല്ലല്ലോ. ഈ ചിന്താഗതിയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ് തുഫൈൽ ഇബ്നു അംരി ദൗസിയുടെ കഥ. ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ വിശദമായി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിപ്രകാരം സംഗ്രഹിക്കാം. തുഫൈൽ പറയുന്നു, ദൗസ് ഗോത്രത്തിലെ ഒരു കവിയായിരുന്നു ഞാൻ. എന്തോ ആവശ്യത്തിനു വേണ്ടി മക്കയിൽ വന്നു. അവിടെ എത്തേണ്ട താമസം. ഖുറേശികളിൽ ചിലർ വന്ന് എന്നെ വളഞ്ഞു. അവർ എന്റെ കാത് നബി തിരുമേനിയെക്കുറിച്ചുള്ള വ്യാജ വിവരങ്ങൾ കൊണ്ട് നിറച്ചു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കടുത്ത തെറ്റിദ്ധാരണയുണ്ടായി. ഒരിക്കലും അവിടുത്തെ പ്രഭാഷണം കേൾക്കുകയോ അവിടുത്തോട് സംസാരിക്കുകയോ ഇല്ലെന്നും ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഹറമിൽ ചെന്നപ്പോൾ നബി കഅബയുടെ സമീപത്ത് നമസ്കരിക്കുന്നുണ്ടായിരുന്നു. നമസ്കാരത്തിൽ അദ്ദേഹം ഉരുവിടുന്ന ഏതാനും വചനങ്ങൾ എന്റെ കർണങ്ങളിൽ പതിച്ചപ്പോൾ അവ അതീവ ഹൃദ്യങ്ങളായി എനിക്ക് തോന്നി. ഞാൻ ആത്മഗതം ചെയ്തു, ഇയാളെപ്പോലെ തന്നെ ഞാനും ഒരു കവിയാണ്. എനിക്ക് ബുദ്ധിയുണ്ട്. തെറ്റും ശരിയും വിവേചിക്കാൻ കഴിയാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ല ഞാൻ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അയാളുമായി സംസാരിച്ച് എന്താണ് അയാൾ പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൂടാ? തിരുമേനി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പിന്നിൽ ഞാനും നടന്നു. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു, അങ്ങയുടെ സമുദായം അങ്ങയെക്കുറിച്ച് ഇന്നിന്ന പ്രകാരമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും കേട്ട് ഞാൻ അങ്ങയെ വളരെയധികം തെറ്റിദ്ധരിക്കുകയും ഒരിക്കലും അങ്ങയുടെ ശബ്ദം കേൾക്കാനിടയാകരുതെന്ന് കരുതി എന്റെ ചെവിയിൽ പരുത്തി തിരുകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ താങ്കളുടെ നാവിൽ നിന്ന് ചില വചനങ്ങൾ കേട്ടപ്പോൾ എനിക്കത് വളരെ ഹൃദ്യമായി തോന്നി. താങ്കൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വിശദീകരിച്ചു തരൂ. നബി തിരുമേനി മറുപടിയായി ഖുർആനിൽ നിന്ന് ഒരു ഭാഗം എന്നെ കേൾപ്പിച്ചു. അവിടെ വെച്ച് തന്നെ സത്യവിശ്വാസം സ്വീകരിക്കാൻ മാത്രം അതെന്നെ സ്വാധീനിച്ചു. നാട്ടിൽ തിരിച്ചു ചെന്ന് എന്റെ പിതാവിനെയും ഭാര്യയെയും ഞാൻ ഇസ്ലാമിലേക്ക് നയിച്ചു. അനന്തരം എന്റെ ഗോത്രത്തിൽ നിരന്തരം ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നു. ഖന്തഖ് യുദ്ധത്തിന്റെ കാലമായപ്പോഴേക്കും അവരിൽ 70-80 വീട്ടുകാർ മുസ്ലിങ്ങളായി. ഖുറൈശികളിൽ തന്നെ ചിലർ അവരുടെ സമ്മേളനങ്ങളിൽ വെച്ച് നബിക്കെതിരായി തങ്ങൾ പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾ കള്ളമാണെന്ന് സമ്മതിച്ചിരുന്നുവെന്ന് ഇബ്നു ഇസ്ഹാഖിന്റെ മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു യോഗത്തിൽ നദ്ർ ബിൻ ഹാരിസ് പ്രസംഗിച്ചു, മുഹമ്മദിനെ നേരിടാൻ നിങ്ങൾ സ്വീകരിച്ച ഈ രീതി കൊണ്ട് കാര്യം നടക്കില്ല. യുവാവായിരുന്നപ്പോൾ നിങ്ങൾക്കവനെ അറിയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന സൽസ്വഭാവിയും സത്യസന്ധനുമായിരുന്നു അവൻ. എല്ലാവരും അവനെ അങ്ങേയറ്റം വിശ്വസ്തനായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നവൻ നരച്ചു തുടങ്ങിയ ഈ ഘട്ടത്തിൽ അവൻ ആഭിചാരകനും കവിയും ജ്യോത്സ്യനും ഭ്രാന്തനുമാണെന്ന് നിങ്ങൾ പറയുന്നു. അല്ലാഹുവാണ് സത്യം, അവൻ ആഭിചാരകനല്ല. ആഭിചാരകന്മാരെ നാം കണ്ടിട്ടുള്ളതാണല്ലോ. അവരുടെ ഊതലും കെട്ടലും നമുക്കറിയാം. അല്ലാഹുവാണ്, അവൻ ജ്യോത്സ്യനല്ല. ജ്യോത്സ്യന്മാരുടെ പ്രാസനിബദ്ധമായ ശ്ലോകങ്ങളും വ്യംഗ്യഭാഷണവും നാം കേട്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവാണ്, അവൻ കവിയുമല്ല. എല്ലാതരം കവിതകളും നമുക്കറിയാം. അവന്റെ വചനങ്ങൾ അതിലൊന്നും പെട്ടതല്ല. അല്ലാഹുവാണ്, അവൻ ഭ്രാന്തനുമല്ല. അബോധാവസ്ഥയിലെ വിഭ്രമവും ഉന്മാദവും മിഥ്യാജൽപ്പനവും കൂക്കുവിളികളുമൊക്കെ നമുക്കറിയാത്തതാണോ? ഓ ഖുറൈശികളെ, നിങ്ങൾ മറ്റേതെങ്കിലും പോംവഴി ആലോചിക്കുക. ഇത്തരം കുപ്രചാരണങ്ങൾ കൊണ്ടൊന്നും പരാജയപ്പെടുത്താൻ കഴിയാത്ത വിധം അതിഭയങ്കരമായ ഒരു വിപത്താണ് നിങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നത്. അനന്തരം അയാൾ അനറബി ദേശങ്ങളിൽ പോയി റുസ്തമിന്റെയും ഇസ്ഫൻദിയാറിന്റെയും മറ്റും കഥകൾ പഠിച്ച് മക്കയിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു നോക്കാമെന്ന് ഒരു നിർദ്ദേശം അവതരിപ്പിച്ചു. ജനശ്രദ്ധ അവയിലേക്ക് ആകർഷിച്ച് ഖുർആനിൽ നിന്ന് അകറ്റുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. നദിർ തന്നെ കഥാകഥനം ഏറ്റെടുത്ത് കുറെ കാലം അങ്ങനെയും പ്രവർത്തിച്ചു നോക്കി. آمنت قبلهم من قرية أهلكناها أفهم يؤمنون. എന്നാൽ ഇവർക്ക് മുമ്പ് നാം ഉന്മൂലനം ചെയ്ത ഒരു നാടും വിശ്വസിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇവരാണോ വിശ്വസിക്കാൻ പോകുന്നത്? ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് നൽകിയ ഈ സംക്ഷിപ്ത മറുപടിയിൽ 3 സംഗതികൾ ഉൾക്കൊള്ളുന്നു. 1. നിങ്ങൾ മുൻ പ്രവാചകന്മാരുടേതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നു. പക്ഷേ സത്യത്തെ ധിക്കരിക്കുന്ന മർക്കടമുഷ്ടികളായ ആളുകൾ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ദർശിച്ചാലും വിശ്വസിക്കുകയില്ലെന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കുകയാണ്. 2. അമാനുഷ ദൃഷ്ടാന്തം വ്യക്തമായി ദർശിച്ചിട്ടും വിശ്വസിക്കാൻ വിസമ്മതിച്ച സമുദായങ്ങൾ പിന്നീട് നശിപ്പിക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്ന നിങ്ങൾ ഈ വസ്തുത ഓർക്കുന്നേയില്ല.
3. നിങ്ങൾ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കാതിരിക്കുന്നത് നിങ്ങളോടുള്ള അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാണ്. ഇപ്പോൾ നിങ്ങൾ കഠിനമായി സത്യനിഷേധം അനുവർത്തിച്ചുകൊണ്ടിരുന്നിട്ടും ശിക്ഷകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നില്ല. എന്നാൽ ദൃഷ്ടാന്തങ്ങൾ ദർശിച്ചിട്ടും വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും അങ്ങനെ നശിപ്പിക്കപ്പെടുകയും ചെയ്ത സമുദായങ്ങളുടെ അതേ പര്യവസാനത്തിനു വേണ്ടിയാണോ നിങ്ങളിപ്പോൾ ദൃഷ്ടാന്തങ്ങൾ ആവശ്യപ്പെടുന്നത്? وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. പ്രവാചകരെ, താങ്കൾക്ക് മുമ്പും മനുഷ്യരെ തന്നെയാണ് നാം ദൈവദൂതന്മാരായി നിയോഗിച്ചിട്ടുള്ളത്. നാം അവർക്ക് ദിവ്യബോധനം നൽകിയിരുന്നു. നിങ്ങൾക്കറിവില്ലെങ്കിൽ വേദക്കാരോട് ചോദിച്ചു നോക്കുക. താങ്കൾക്ക് മുമ്പും മനുഷ്യരെ തന്നെയാണ് നാം ദേവദൂതന്മാരായി നിയോഗിച്ചിട്ടുള്ളത് എന്നാണിവിടെ അള്ളാഹു പറയുന്നത്. ഇയാൾ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെ എന്ന അവരുടെ വാദത്തിനുള്ള മറുപടിയാണിത്. നബി തിരുമേനി ഒരു മനുഷ്യനാണ് എന്നത് അവിടുന്ന് പ്രവാചകനാകാൻ പറ്റില്ല എന്നതിന്റെ തെളിവായിട്ടാണ് അവർ കരുതിയിരുന്നത്. അള്ളാഹു അതിനുത്തരം നൽകി, ദൈവത്തിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവരായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന പൂർവ്വ പ്രവാചകന്മാരെല്ലാം മനുഷ്യർ തന്നെയായിരുന്നു. മനുഷ്യരായിരിക്കെ തന്നെ അവർക്ക് ദിവ്യബോധനം ലഭിച്ചിരുന്നു. കൂടുതൽ വിശദീകരണത്തിന് സൂറ യാസീൻ സൂക്തം 15 വിശദീകരണം ശ്രദ്ധിക്കുക. ഇസ്ലാമിനോടുള്ള ശത്രുതയിൽ നിങ്ങളുടെ സഹയാത്രികരും നിങ്ങൾക്ക് എതിർപ്പിന്റെ തന്ത്രങ്ങൾ പഠിപ്പിക്കുന്നവരുമായ ജൂതന്മാരുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കുക. മൂസാ നബിയും ഇസ്രായേലിൽ ആഗതരായ ഇതര പ്രവാചകന്മാരും ആരായിരുന്നുവെന്ന്. അവർ മനുഷ്യരോ അതോ മറ്റു വല്ല സൃഷ്ടികളുമായിരുന്നോ എന്ന് ഒന്നന്വേഷിച്ചു നോക്കുക. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. ആ ദേവദൂതന്മാർക്ക് നാം അന്നം തിന്നാത്ത ശരീരം നൽകിയിട്ടില്ല. അവർ ഇവിടെ എന്നെന്നും ജീവിക്കുന്നവരുമായിരുന്നില്ല. പൂർവിക ചരിത്രത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടവർ മനുഷ്യരായിരുന്നുവെന്ന് മാത്രമല്ല, പൂർവ്വ പ്രവാചകന്മാരെ അള്ളാഹു എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും അവരെ എതിർത്തവരെ എவ்விധം പരാജയപ്പെടുത്തുകയും ചെയ്തുവെന്ന് അവ കാണിച്ചു തരുന്നു. അള്ളാഹു അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടുവെന്നും അവയെ നിന്ദിച്ച ജനതകൾ ശിക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്നും അത് വിവരിക്കുന്നു. ഇനി നിങ്ങളുടെ പര്യവസാനത്തെക്കുറിച്ച് സ്വയം ചിന്തിച്ചു നോക്കുക. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. നോക്കൂ, അവരോടുള്ള വാഗ്ദത്തം നാം സാക്ഷാത്കരിച്ചു. അങ്ങനെ അവരെയും നാം ഉദ്ദേശിച്ച മറ്റുള്ളവരെയും രക്ഷിച്ചു. അതിരു കടന്നവരെ നശിപ്പിക്കുകയും ചെയ്തു. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ജനങ്ങളെ, നാം നിങ്ങളിലേക്ക് ഒരു വേദമയച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്ബോധനമാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ? മക്കാ മുശ്രിക്കുകൾ നബിയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിനെക്കുറിച്ചും ഉന്നയിച്ചുകൊണ്ടിരുന്ന വാദങ്ങൾക്കുള്ള മറുപടിയാണിത്. അത് കവിതയാണ്, ആഭിചാരമാണ്, കെട്ടുകഥകളാണ്, പാഴ് സ്വപ്നങ്ങളാണ് എന്നൊക്കെയുള്ള പരസ്പര വിരുദ്ധമായ വാദങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആ നിസ്തുല വചനങ്ങളിൽ നിങ്ങളുടെ തന്നെ അവസ്ഥകളാണ് വിവരിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ആത്മീയ രഹസ്യങ്ങളും ജീവിത ചെയ്തികളും അതിൽ ചർച്ച ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പ്രകൃതി ഘടനകളെക്കുറിച്ചും ജീവിതാരംഭത്തെയും അന്ത്യത്തെയും അത് വിശദീകരിക്കുന്നു. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നു തന്നെ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൃഷ്ടാന്തങ്ങൾ സമാഹരിച്ച് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വഭാവഗുണങ്ങളിൽ അത് നിർണയിച്ചു തരുന്ന നന്മ തിന്മ വ്യത്യാസം തികച്ചും ശരിയാണെന്ന് നിങ്ങളുടെ മനസാക്ഷി തന്നെ സമ്മതിക്കും. ഈ സംഗതികളിലെല്ലാം നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സങ്കീർണവും നിഗൂഢവുമായി എന്താണുള്ളത്?